അപ്പോൾ പ്രിയപ്പെട്ടവരെ, നല്ല നമസ്കാരം. നമ്മുടെ വയനാട് പുൽപ്പള്ളി ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവച്ചേട്ടൻ അങ്ങനെ കൂട്ടിലായിരിക്കുകയാണ്. തുപ്രയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് 10ാം ദിവസമായപ്പോൾ കടുവ കുടുങ്ങിയത്. തുപ്രയിലെ കേശവൻ്റെ വീടിന് താഴെയുള്ള വയലിന് സമീപം സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരിക്കുന്നത്. കടുവയെ ഒരു കിടിലനായിട്ട് തന്നെയാണ് കടുവ കിടക്കുന്നത്. 5 കൂടുകളാണ് കടുവയ്ക്കായിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥാപിച്ചിരുന്നത്. അതിലൊന്നായിരുന്നു ഈ തുപ്രയിൽ കേശവൻ ചേട്ടൻ്റെ വീടിന് താഴെ വെച്ചിരുന്നത്. വൈകിട്ട് അമരക്കുന്നിലെ ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ച കടുവയുടെ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. കാറിൽ സ്ഥാപിച്ച ഡാഷ്ബോർഡിൽ നിന്നാണ് കടുവ റോഡ് മുറിച്ച് കിടക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത്. 13 വയസ്സുള്ള കടുവയാണ് കൂട്ടിലായത്. ഒരാഴ്ചയ്ക്കിടെ പ്രദേശത്തെ 5 ആടുകളെയാണ് കടുവ കൊന്നത്. സംഭവത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നിരുന്നു. കടുവ ആദ്യത്തെ ആടിനെ പിടികൂടിയത് കഴിഞ്ഞ 7-ാം തീയതിയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ അമരക്കുനിയിൽ കടുവയെ കൂട്ടിലാക്കുന്നതിനായിട്ട് സജ്ജമാക്കിയിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും കടുവച്ചേട്ടൻ അങ്ങനെ കിടിലനായിട്ട് കൂട്ടിക്കിടക്കാണ്. ഒന്ന് ടോർച്ച് അടിച്ചടാ ചങ്ങായിമാരെ, ടോർച്ച് നിർച്ചേ, ടോർച്ച് മാറ്റി പിടിക്കാടാ പിടിക്കാടാ. ഒന്നുകൂടെ എന്താ മോനെ കുട്ട, നീ നമ്മ